പിന്നെ അംർ ഇബ്നുൽ ആസി തങ്ങളെ പറ്റി എന്താ അവർ പറഞ്ഞേക്കുന്ന അസ്ലമ അംർ ഇബ്നുൽ ആസി ബഅദ തഫ്കീരിൻ തവീലിൻ വതദബ്ബുരിൻ കദീരിൻ ഒരുപാട് ചിന്തിച്ചിട്ടൊക്കെ വന്നേ നമുക്ക്. وقد قال الرسول الأعظم عنه صلى الله عليه وسلم أسلم الناس وآمن عمرو بن العاص أسلم الناس ജനങ്ങളൊക്കെ മുസ്ലിമായി ആമന അംർ ബിൻ ആസ്. അപ്പൊ ആ ഈമാന്റെ ഒരു കടുപ്പേ മനസ്സിലായോ? റവാഹുൽ ഇമാം അഹ്മദ് വത്തിർമിദി. പിൻഗാമികളായ മുത്തഅഖിരീങ്ങളായ ആൾക്കാരിനെ പറ്റിയായിരിക്കും അസ്ലമ എന്ന് പറഞ്ഞത്. നല്ല ഉറപ്പോടുകൂടി മുമ്പ് വന്നേക്കുന്നത് ബഅദ തഫ്കീരിൻ തവീലിൻ വതദബ്ബുരിൻ കബീരിൻ, വമ്പമായ ചിന്ത ചിന്തിച്ചു മതത്തിനെ പറ്റി, എന്നിട്ട് മുമ്പ് മുസ്ലിമായത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു അസ്ലമൻ നാസു വആമന അംർ ബിൻ ആസ് എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ അമർതനാ ഫഅസൈനാ വനഹൈതനാ ഫമൻതഹൈനാ വലാ യസ്ഉനാ ഇല്ലാ അഫൂക യാ അർഹമർ റഹീമീൻ. في هذا الدعاء العالي الراجي ودع عمرو بن العاص الحياة واستقبل الموت. ഇവർ മരിക്കാൻ നേരത്ത് പറഞ്ഞതാ, പഠിച്ചോനെ നീ പലതും ഞങ്ങളോട് കൽപ്പിച്ചു, പക്ഷെ നമ്മൾ അതിനെതിര് കാണിച്ചു. നീ നമ്മളോട് പലതും നിരോധിച്ചു, നമ്മളതൊന്നും അനുസരിച്ചിട്ടില്ല. നിന്റെ അഫുവല്ലാതെ നമുക്കില്ല അല്ലാ. അങ്ങനെ മുപ്പര് ദ്വാരുന്നു. എന്നിട്ടാണ് മൗത്തിനെ മുപ്പര് നേരിട്ടത്. എന്താ അല്ലാ, ഇതിപ്പോ ഇങ്ങനെ ഭയങ്കര കിട്ടാവുന്നത്, ഇത് ഭയങ്കര കിട്ടാവാണ്. അതീതോ നമ്മളെ ചർച്ച പറഞ്ഞാലേ അതീതിങ്ങനെ ഇപ്പൊ അത്തരം പറഞ്ഞില്ല, നീ പിന്നീട് പറയാം. ഇപ്പൊ ഖിസ്സത്തു ഹയാത്തി അംർ ഇബ്നുൽ ആസ് ഗനിയ്യത്തുൻ ഹാഫിലത്തുൻ, ഇഷ്ടം പോലെ പറയാനുണ്ട്. കസബ ഖിലാലഹാ ലിൽ ഇസ്ലാമി ഖുത്രൈനി കബീറൈനി മിൻ അഖ്താരിൽ മഅമൂറത്തി ഹുമാ ഫിലസ്തീൻ വ മിസ്ർ. ഫലസ്തീന്റെയും മിസ്റിന്റെയും ഇടയിൽ ഒരുപാട് ചരിത്രങ്ങൾ മൂപ്പരെ പറ്റി പറയാനുണ്ട്. പിന്നെ പറ ബിസ്മില്ലാ വാ വേറെയുണ്ടോ? കഴിഞ്ഞോ? കുൽത്തു അങ്ങനെയാണ് മൂപ്പര്. മൂപ്പര് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ, മൂപ്പര് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊക്കെയാണുണ്ടോ? ചരിത്രമുണ്ടോ? മാറിയുമ്പോൾ ഇനിയിപ്പോ എന്ത് മാറിപ്പോയല്ലോ. ഇനിയിപ്പോ എന്ത് അംർ ഇബ്നുൽ ആസ് അവസാന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഈ ചരിത്രമൊക്കെ പറഞ്ഞോ? ബയ്യത്ത് ചെയ്യാമെന്ന് ചരിത്രം പറഞ്ഞു. അതില്ലല്ലോ, അതില്ല. പിന്നെ ദ്വാരുന്നുണ്ട്. اللهم لا قوي فانتصر اللهم لا باري فاعتذر وما أنا بمستكبر وإنما مستغفر فاغفر لي يا غفار.
കുന്തു അല വലമ്മ മരുദ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മറദൽ മൗത്ത് കണ്ടാ വഅഹസ്സ ബിദുനൂബിൽ അജൽ പോകാനൊക്കെ ആയിപ്പോയി എന്ന് പറയുന്നത് മൂപ്പർ അറിഞ്ഞു. അംർ ബിൻ ആസ് പോകാൻ സമയമായിരുന്നു. അങ്ങനെ ചില ആൾക്കാരറിയും പോകാൻ സമയമെങ്കിൽ അറിയും. മിന്നും വാലിദി വെള്ളിയാഴ്ച മരിക്കും, 3:30 മരിക്കും, ഷാക്ക് അടയ്ക്കണമെന്ന് മനസ്സിലായോ? അപ്പൊ അങ്ങനെ അറിയും. അത് ഈ കുടുംബക്കാരെ മരിച്ചോ കുടുംബക്കാരെ കടത്തൊന്നും വരുന്നില്ലേ ചോദിച്ചിട്ടുണ്ട്. അത് വരാൻ സമയമായില്ലെന്ന് ചോദിച്ചോളൂ വന്നിട്ട്. നവാസിന്റെ വാപ്പയ്ക്കും വിഷമാണ്. അള്ളാഹു തആല ഖൈറായി കൊടുക്കട്ടെ. മരണം ഖൈറാണെങ്കിൽ അള്ളാഹു കലിമത്തുൽ തൗഹീദ് ചൊല്ലി ഉറക്കെ ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ ചൊല്ലിനെ ഈമാൻ സലാമത്തെ അള്ളാഹു മരിപ്പിക്കട്ടെ. അല്ല ജീവിതം ഖൈറാണെങ്കിൽ ആഫിയത്തും കൊടുക്കട്ടെ. ഒലബത്തുൽ അബറത്തു എന്താ കണ്ണുനീരിങ്ങനെ വാർക്കാൻ തുടങ്ങി. വഖാലലിബിനി ഈ മകനോട് പറഞ്ഞു, മോനെ കുന്തു അലാ സലാത്തി ഹാലാത്തിൽ ഞാൻ 3 അവസ്ഥയിലാണ്. അറഫ്തു നഫ്സി ഫിഹ ആ 3 അവസ്ഥകളിൽ എന്റെ നഫ്സിനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കുന്തു അവ്വല ശൈഇൻ കാഫിറ ആദ്യം ഞാൻ കാഫിറായിരുന്നു. അങ്ങനെ ഞാൻ മരിച്ചു പോയെങ്കിൽ വജബത്തിൽ എന്നാർ നരകം എനിക്ക് കിട്ടിയത്. ഫലമ്മ ബായഅത്തു റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോട് ഞാൻ അങ്ങ് ബൈഅത്ത് ചെയ്തപ്പോൾ കുന്തു അശദ്ദന്നാസി ഹയാഅൻ മിൻ പിന്നെ എനിക്ക് ഭയങ്കര ലജ്ജയായി റസൂലിനോട്. ഹത്താ ഇന്നി മാ മലഅതു ഐനയ്യ മിൻഹു ഖത്തു പുന്നാര നബിയെ നോക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരു ഇത്ര വലിയ ആളിനാണല്ലോ ഞാൻ ഇതേറെ ഇസ്ലാം സ്വീകരിക്കാൻ നടന്നതെന്ന് പറഞ്ഞിട്ട് രീതിയിൽ മനസ്സിൽ വിഷമമുണ്ടായിട്ട്. ഫലവും മിത്തുഹീനയിതിൻ ലഖാലന്നാസ് ഞാൻ ആ സമയത്ത് മരിച്ചെങ്കിൽ ജനങ്ങളൊക്കെ പറഞ്ഞേനെ ഹനി അല്ലി അംർ നല്ലോനായി അസ്ലമ അലാ ഖൈർ വമാത അലാ ഖൈർ തുമ്മ തലബ്ബസ്തു ബഅദ ദാലിക ബിയശ അതിനുശേഷം ഒരുപാട് സംഗതികളുമായിക്കൊണ്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലാദിരി എനിക്കറിഞ്ഞുകൂടാ അലയ്യ അംലി അതൊക്കെ എനിക്ക് പ്രതികൂലമാവോ അനുകൂലമാവോ എന്ന് എനിക്കും അറിയും. ഇങ്ങനെ മകനോട് പറഞ്ഞിട്ട് തുമ്മ അർദാറ വജ്ഹു ഇലൽ ജിദാർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞങ്ങ് കടന്നു. അല്ലാഹുമ്മ അമർതനാ ഫഅശൈനാ വനഹൈതനാ ഫമൻതഹൈനാ വലാ യസ്ഉനാ ഇല്ലാ അഫൂക യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ആളാണ്. അപ്പൊ ഇങ്ങനെ കൈ പിടിച്ചപ്പോ തങ്ങളെ ഞാൻ ബയ്യത്ത് ചെയ്യാൻ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ മെമ്പറാക്കി തരണം. നിങ്ങളെ തരീഖത്ത് അന്നത്തെ തരീഖത്ത് ഇസ്ലാമാണ്, അവരൊന്ന് മെമ്പറാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ കൈ നീട്ടപ്പോ മൂപ്പർ കയ്യങ്ങ് വലിച്ചു. കൈ വലിക്കാൻ പാടുണ്ടോന്ന് ചോദിച്ചാല് ചിലടത്ത് വലിക്കണ്ടെന്നാ വലിക്കണം. ഫഖാല മാലക യാ അംർ എന്താ അമ്രെ ഇത് കൈ ചോദിച്ചിട്ട് പിന്നെന്താ കൈ വലിച്ചേന്ന് ചോദിച്ചു. അത് പറഞ്ഞു തങ്ങളെ അങ്ങനെ വെറുതെ മുസ്ലിമായ പോരാ, എനിക്കങ്ങനെ വെറുതെ മുസ്ലിമായ പോരാ, എല്ലാരും മുസ്ലിമാന്നാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് അസ്ലമന്നാസു ആമന അമ്രുല്ലാസി എന്ന് പറഞ്ഞതുകൊണ്ട്. തങ്ങളെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പണ്ട് കാഫിറായിരുന്നു. ഞാൻ ചില നിബന്ധനകൾ വെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഷെയ്ഖിനോട് നിബന്ധന വെക്കാൻ കുരുത്തക്കടാവുന്നു ഒന്നുമില്ല, അത് കുരുത്തക്കടൊന്നുമില്ല. അറത്തു അൻ അസ്തരിത്ത ഷർത്തൻ എന്നതിന്റെ അർത്ഥം അസ്തരിത്താണ് മഫൂൽ കളഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യാൻ എങ്ങനെ വെക്കാം. ഞങ്ങളെ ഞാൻ കൈ വെറുതെ വലിച്ചതല്ല, എനിക്കൊരു ഡിമാൻഡ് ഒന്ന് പറയാനുണ്ട്, എന്നിട്ട് തീരുമാനിക്കാം. അറത്തുമിതാലിക്കാൻ എന്തിനാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാണ്. അസ്തരിത്ത ലിനഫ്സി എന്റെ നഫ്സിന് ഷർത്താക്കാൻ, അല്ല പിന്നെ തങ്ങളോട് ഷർത്താക്കാൻ. എന്റെ നഫ്സിന് വേണ്ടി ഞാൻ ഷർത്താക്കട്ടെ. എന്റെ നഫ്സിന് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നു എന്ന് അത് പറയണം. കാലായിക്കോട്ടെ ടെസ്റ്റെടുത്തു ഷർത്താക്കിക്കോ മാതാ എന്താ വാക്കാനുള്ളത് എന്താ കാല തഷ്തരിത്തു മാതാ
മാതാ തസ്തരിത്തുന്ന പറയേണ്ടത് അങ്ങനെയല്ലേ? മാതയുടെ ഹക്ക് അതിനെ മുന്തിക്കലല്ലേ? ഇസ്തിഫാമായതുകൊണ്ടേ അതിനെ മുന്തിക്കണമല്ലോ. ഇസ്തിഫാമിന്റെ മാനയെ തദ്മീൻ ചെയ്തുകൊണ്ട് സദാറത്തിന് ആവശ്യമാകും. അല്ല, അപ്പൊ പിന്നെ എന്ത് വെക്കണം അവിടെ? മാതാ തസ്തരിത്തു മാതാ എന്ന് സങ്കല്പിക്കേണ്ടി വരും. അല്ല, അല്ലെങ്കിൽ കാല അത്തസ്തരിത്തു. ഒരു ഇസ്തിഫാമിന്റെ അക്ഷരം അവിടെ കളഞ്ഞു നോക്കേണ്ടി വരും. ഷർത്താക്കാണ്. പിന്നെ ആയിക്കോട്ടെ, മാതാ എന്താണ്? അല്ല, തസ്തരിത്തു മാത എന്ന് പറയുമ്പോ ആ വാക്കിനൊരു ചൊറുക്കില്ലായ്മയുണ്ട് ആ വാക്കിന്. അതുകൊണ്ട് അത്തസ്തരിത്തു. എന്താ ചെറുത്താക്കുന്നേ? ചെറുത്താക്കാണോ മാതാ? എന്താണത് എന്ന് അവന് തസ്തരിത്വല്ലേ മഫൂലാവത്തില്ല. കഴിഞ്ഞോ? അങ്ങനെ കൊടുത്താ മതി. അപ്പം മാതാ എന്നുള്ളത് ഇബ്തിദായി, മല്ലദീ തസ്തരിത്തു എന്നായി. അല്ലെങ്കിൽ ഔ അയ്യു ഷൈഇൻ തസ്തരിത്തു എന്നായി. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പൊ പറഞ്ഞ് അനുബന്ധം എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഖുൽതു അൻ യഗ്ഫിറ ലി, എനിക്ക് പൊറുക്കപ്പെടണം. ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു വന്ന ആളാണ്. എനിക്കെല്ലാം പൊറുക്കപ്പെടണം. അൻ യുഗ്ഫറ ലി, ഷർത്ത് എന്താ? എന്റെ ഷർത്ത് അൻ യുഗ്ഫറ ലി, ഇനി ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. അതല്ല, എല്ലാം പൊറുക്കപ്പെട്ടു തരണം. അതാണോ അനുബന്ധം? ഗുഫ്റാന ദുനൂബി ഇൻ അസ്ലംതു എന്നതിനർത്ഥം ഞാൻ മുസ്ലിമായി കഴിഞ്ഞാൽ എന്റെ പാപങ്ങൾ മുഴുക്കെയും പൊറുക്കപ്പെടണം എന്ന്. ഖുൽതു അസ്തരിത്തു അൻ യുഗ്ഫറ ലി എന്നാണ് അതിന്റെ അർത്ഥം. തസ്തരിത്തു ഖീല ഫീഹി ഹദ്ഫു ഇസ്തിഫാമിൻ ഇൻകാരിയിൽ ഇസ്തിറാത്തി ബിൽ ഈമാൻ ثم بتدا بقوله ماذا أي ما الذي تسترد أي شيء تسترد إن وعليه مع ما فيه من نوع تكلف فلا يحتاج للجواب أن عدم تفسير من الاستفهام من قول ماذا فعلى أن الاستفهام قيل يشترط وذكر الاستفهام بعده ليفسر نظيره المقدم. ابن مالك محل ذلك معنى تركب ما مع ذا ما استفهام എന്നുള്ളതിന് സ്വകാര്യത്തുണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിച്ചു. പക്ഷെ ദായിമായിക്കൊണ്ട് കൂടാതിരിക്കുമ്പോഴാണ്, ദായിമായിക്കൊണ്ട് കൂടുന്നിടത്ത് എന്തില്ല? തസ്ദീർ നിർബന്ധമില്ല. തസ്തരിത്തു മാതാ എന്ന് പറയാം. ശരിയാ? മറ്റേത് അല്ലാത്ത തക്കല്ലുഫാണ്. ആ തസ്തരിത്തു വെച്ചിട്ട് പിന്നെ മാതാ എന്ന് പറയല് അതൊരുപാട് തക്കല്ലുഫാണ്. അതിനേക്കാൾ ഇങ്ങനെ ചെയ്യാം എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇബ്നു മാലിക് തങ്ങളെ തൊട്ട് പറഞ്ഞു. അല്ല, بل يجوز كونها معمولة لما قبلها كما في قول عائشة رضي الله عنها أقول ماذا وفق لهم كان ماذا يجوز وقوع تمييزا لمن قال عندي 20 ماذا نرى. അപ്പൊ അങ്ങനെ വെച്ചാൽ മതി. നമുക്ക് വിശദാർത്ഥം അല്ല കാല തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. അമാ അലിംത, നിനക്കറിയില്ലേ? അമാ അലിംത യാ അംർ, നിനക്കറിയില്ലേ? നിനക്ക് വലിയ ബുദ്ധിമാനല്ലേ? നീ നല്ല അഭിപ്രായക്കാരനല്ലേ? നല്ല അഭിപ്രായം ഫിറ്റ് ചെയ്യുന്നതാണല്ലേ? നല്ല ബുദ്ധിയല്ലേ? തുളഞ്ഞ ബുദ്ധിക്കാരനല്ലേ? നിനക്കറിഞ്ഞുകൂടെ? അന്നൽ ഇസ്ലാമ, തീർച്ചയായും പരിശുദ്ധ ഇസ്ലാമാവുന്നത് യഹ്ദിമു, അത് പൊളിച്ചു കളയും. മാ കാന ഖബലഹു, മാ ചില പാപങ്ങളെ, കാന ആ പാപങ്ങൾ ഉണ്ടായി, ഖബലഹു ഇസ്ലാമിന് മുമ്പുണ്ടായി. ഹദമ അടിച്ചു വാരി ഒതുക്കിയെടുക്കുന്നതിന് ഹദമ പറയും, പൊളിച്ചളയും. ഹദമ ഹദമ ഹദമ. അപ്പൊ ഇസ്ലാമിനെ ഒരു പൊളിക്കുന്ന യന്ത്രത്തിനോട് സാദൃശ്യപ്പെടുത്തും. എന്നിട്ട് ഹദമ പറഞ്ഞു. ഇസ്തിആറയും തസ്രീഹൊക്കെ അവിടെ ഒരുപാട് പറയാനുണ്ട്.
തഹ്ദിമു അത് പൊളിച്ചു കളയും. അല്ല മാ കാന ഖബലഹു വഇന്നൽ ഹിജ്റത വേറൊന്ന് ഫഅന്നൽ ഹിജ്റത പരിശുദ്ധമായ ഹിജ്റ പോകൽ തഹ്ദിമു അതും പൊളിച്ചു കളയും. മാ കാന ഖബലഹു ഹിജ്റ പോയാൽ മുൻ പാവങ്ങളൊക്കെ പുറത്തുപോയി. കാരണം ഹിജ്റ പോകണമെന്ന് തന്നെ നഫ്സിലൊന്നും ഒതുക്കാൻ പോകാൻ പറ്റില്ലല്ലോ. സ്വന്തം നാടിന് വിട്ടുപോകാൻ ആക്കഴിയും. യാസീനൊക്കെ പിന്തുണുമായിട്ട് വേഗം പോന്നു വീട്ടിൽ പഠിച്ചു കിടത്തിട്ട് ഉമ്മായും വീട്ടിരിക്കാൻ വയ്യോ. പിറ്റേന്ന് തന്നെ ഞാൻ പോരുന്നു വീട്ടിൽ. ഉണ്ടാക്കിയത് നമുക്ക് പൈസയൊക്കെ നിന്ന് വലിയ ദ്വാരത്തൊക്കെ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് നമുക്ക് 500 കിട്ടിയെന്ന് കണ്ടു. സാധാരണ 20 പഠിക്കാൻ പോട്ടെ അൽഹംദുലില്ലാ നമ്മൾ ദ്വാരക്കാരന്ന് വിട്ടു. ദ്വാരം തൊട്ട വലിയ കാര്യമായി വേഗം പോരുന്നു. പിറ്റേന്ന് തന്നെ ഉമ്മയെ കാണുന്നത് വൈകുന്നേരമായപ്പോൾ അങ്ങനത്തെ ഇരിക്കുന്നത് മനസ്സിലായ ദൈ. അപ്പം വിട്ടുപിരിഞ്ഞു പോകാൻ നാടിനെ വിട്ടുപിരിഞ്ഞു പോകൽ ഭയങ്കര വിഷയമാവും. കുടുംബത്തിനെ വിട്ടുപിരിഞ്ഞു പോകാൻ ഭയങ്കര വിഷമാവും. അതിന് നല്ലൊരു കാര്യം ചെയ്യണം. അങ്ങനെ ആത്മാർത്ഥ ആരെ സ്നേഹിക്കില്ല റസൂലുള്ളാഹി അല്ലാതെ പിന്നെ ഒരു വിഷയമില്ല. നമ്മളെ കൽവിൽ റസൂലുള്ളാഹി പിന്നെ മറ്റൊന്നും വേറൊന്നും പിന്നെ വരത്തില്ല. വേറെ കൂടുതൽ ചിന്തിക്കത്തില്ല. അതിനെ കണ്ട് കേട്ടൊക്കെ പോകുന്നല്ലാതെ. അങ്ങനെ ഹിജ്റ. അപ്പൊ ഹിജ്റ പോകണമെങ്കിൽ ഭയങ്കര വിഷയമാണ്. ഹിജ്റ എന്നുള്ളത് നാടിനെ പറിച്ചെടുത്തോണ്ട് പോവല്ലേ. നാട്ടിൽ നിന്നും വെറുതെ നാട്ടിന്റെ ചിന്തയെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അവൻ പോകുമ്പോൾ കുറച്ച് പാടുപെട്ടു. അവൻ നഫ്സിനെ ഒതുക്കി എടുത്തോണ്ട് പോകാനാണ്. അപ്പൊ അതുകൊണ്ട് എന്തായി അല്ലാഹു തആല ഭയങ്കര കൂലി കൊടുക്കും. അപ്പൊ ഹിജ്റയും തന്നെയാണ് തഖ്ദീമു മാ ഖബലഹു എന്നും പറഞ്ഞു. വഅന്നൽ ഹജ്ജ അല്ലേ, തീർച്ചയായും ഹജ്ജാകുന്നത് യഹ്ദിമു അതാ ഹജ്ജും എന്തു ചെയ്യും. വഅന്നൽ ഇസ്ലാമ യഹ്ദിമു മാ ഖബലഹു വഅന്നൽ ഹിജ്റത തഖ്ദിമു മാ ഖബലഹാ അല്ലേ. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ ഖബലഹു വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ ഖബലഹു അല്ലേ. മാ കാന ഖബലഹു മാഷാ അല്ലാഹ്. യഖ്ദിമു മാ കാന ഖബലഹു തഖ്ദിമു മാ കാന ഖബലഹു വഅന്നൽ ഹജ്ജ യഖ്ദിമു. അവിടെ കാനയുണ്ട? അവിടെ കാനയുണ്ട? അവിടെ കാന വേണമായിരിക്കും ഇല്ലേ. യഖ്ദിമു മാ കാന ഖബലഹു മിന തഖ്ശീറാത്തി. അതാ സഖത്ത ലഫ്ളു കാന മിൻ അസ്ലി ഇബ്നു ഹജർ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനകത്ത് അല്ല അവർ കൊണ്ടുവന്ന ആ നുസ്ഖയിൽ യാകുന്ന ഇബ്നു ഹജറിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഉറക്കം വരത്തില്ല. ഇബ്നു ഹജർ അസ്ലിന്റെ എന്തില്ല കാനയില്ല. അതാ ഞാൻ പറഞ്ഞു കാന എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടോ എന്റെ ഓർമ്മയിൽ കാനയില്ല. നിങ്ങളെല്ലാ കിതാബിലും ഉണ്ടോ? എന്ത് കാന? അവിടെ കാനയ്ക്ക് പോസ്റ്റ് ഉണ്ടോ? അവിടെ കാനയ്ക്ക് പോസ്റ്റ് ഇല്ല. എന്താണ് ചെയ്യാ? അങ്ങനെ തക്കല്ലബ ലഹു വജ്ഹൻ എന്താ അങ്ങനെ മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് കാന ഇല്ലാതായി. കാന ഇല്ല അതിനകത്ത്. അപ്പൊ അതിനൊരു വജ്ഹും കണ്ടുപിടിച്ചു പോലും. മറ്റു രണ്ടിടത്തും കാന പറയുകയും ഇവിടെ കാന പറയാതിരിക്കുകയും ചെയ്തതിന് ന്യായവും മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് തക്കല്ലുബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുമ്പ് പറയുന്ന കഴിയട്ടെ. വഹുവ എന്നാൽ ഈ കാന എന്നുള്ളത് മൗജൂദുൻ ഫി ജമീഇൻ നുസഖിൽ ഹാദിറത്തിൽ മുസഹഹത്തിൽ മഖ്റൂഅത്തി അലൽ മശായിഖി. ശൈഖന്മാരുടെ എല്ലാം ഓതിക്കെടുക്കപ്പെടുന്ന എല്ലാ നുസ്ഖയിലും കാന ഉണ്ട്. താൻ ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹിന്റെ നുസ്ഖയിലോ കാനയില്ല. എന്നിട്ടോ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എന്ത് ചെയ്തു? കാനയില്ലാത്തതിന് ന്യായങ്ങളും പറഞ്ഞു. എന്റെ നുസ്ഖയിലും കാനയില്ല. കാലശൈഖു തൗരിബസ്തി മിൻ അയിമ്മത്തിനാ റഹ്മഹുമുല്ലാഹ് അൽ ഇസ്ലാം യഖ്ദിമു മാ കാന ഖബ്ലഹു മുത്ലഖൻ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ മുമ്പ് ചെയ്തു പോയ സർവ്വപാപങ്ങൾ, അത് ഹഖുൻ ആദമി ആയാലും ഹഖുല്ലാഹി ആയാലും ഏതായാലും ബിൽഇസ്ലാം എന്തായി പുറത്തു കൊടുക്കുന്നതാണ്. എന്താ അത് മദ്ലമത്തൻ കാനത്ത് ഔ ഗൈറഹ സഗീറത്തൻ ഔ കബീറത്തൻ. വഅമ്മൽ ഹിജ്റത്തു വൽ ഹജ്ജു ഹിജ്റയും ഹജ്ജും ഇന്നഹുമാ ലാ യുകഫിറാനി അൽ മദാലിമ.
അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മുതലൊക്കെ കട്ടെടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്താൽ പൊരുത്തോടത്തോണ്ട് കൊടുക്കുന്നു. ഹജ്ജൊക്കെ ചെയ്തൊക്കെ എല്ലാം പൊരുത്തപ്പെടുന്നത് ആരാ ഇത് പറയേ? അന്യന്റെ ഹക്കുകൾ കൊടുത്ത് തീർക്കാതെ ഹജ്ജ് ചെയ്യാൻ ആര് പറഞ്ഞു? അത് കൊടുക്കണം. മനസ്സിലായില്ല? ഹജ്ജ് ചെയ്യുമ്പോൾ എല്ലാം പാവം പുറത്തു ഇനിയിപ്പോ മേടിച്ചൊന്നും കൊടുക്കണ്ടെന്നല്ല അതിനകത്ത്. അങ്ങനെ മനസ്സിലാക്കല്ലോ. തന്നെയുമല്ല അവർ രണ്ടിലും ഹജ്ജിലും വീടുകളിലും മുൻഭാഗങ്ങൾ പുറത്തു പോകുമെന്ന് പറയാൻ പറ്റില്ല. അല്ലത്തി ബൈനൽ അബ്ദി വ മൗലാഹു കണ്ട. അപ്പൊ യുഹ്മലുൽ അദീദു അലാ അദിമിഹിമ, ഇവ രണ്ടും പൊളിച്ചു കളയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസ്സഗീറത്ത അൽ മുത്തഖദ്ദിമത്ത എന്ന് തിരിഞ്ഞോ. വഅമ്മ ഹുഖൂഖുൽ ഇബാദ്, ഇബാദുകളുടെ ഹക്കുകളൊന്നും ഫലാ തസ്ഖുതു, ആ ഹക്കുകളൊന്നും പോവില്ല. ബിൽ ഹജ്ജി വൽ ഹിജ്റത്തി ഇജ്മാഅൻ തിരിഞ്ഞോ. വലാ ബിൽ ഇസ്ലാമി, ഇസ്ലാം ഒന്നും പോവുകയില്ല. എപ്പോഴും ലൗകാന ദിമ്മിയൻ, മുസ്ലിമായി വന്നവൻ ദിമ്മിയ കാഫിറാണെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ, ഹക്കുകളെ കൊടുത്തേ പറ്റുള്ളൂ. തിരിഞ്ഞോ. അതാണ് എന്റെ വിഷയം. ലൗകാന ദിമ്മിയൻ, ലൗകാന മുസ്ലിം ദിമ്മിയൻ സവാഉൻ കാനൽ ഹഖ്ഖു അലൈഹി മാലിയൻ ഔ ഗൈറ മാലിയൻ കൽ ഖിസാസ്. എന്താ അപ്പൊ അതാണ് മൻഹജ്ജ, ഹജ്ജ് ചെയ്താൽ പുറത്തു കൊടുക്കുന്നു പറഞ്ഞാൽ ഹജ്ജിന് തന്നെ നിബന്ധന ഉണ്ട്, ഡിമാൻഡുകളൊക്കെ ഉണ്ട്. ബില്ലിത്തലാഖ് ഹജ്ജൊന്നുമല്ല, ഖുർആൻ ശരീഫ് പറഞ്ഞ രീതിയിൽ ഹജ്ജ് ചെയ്യണം. വമൻ ഹജ്ജ അവ ഇത്തമറ ഫലാ റഫസ ഫലാ ഫുസൂഖ വലാ ജിദാല. പിന്നെന്താ എന്നിട്ട് ലാസ്റ്റ് അല്ലാഹു തആല നല്ലൊരു ആയത്ത് ഫിറ്റ് ചെയ്തേക്കുക. അങ്ങനെ ആയത്തെങ്ങനെ ഞാൻ ഓതി ആയത്ത് വന്നു വർക്ക അൽ അശ്ഹുറു മഅലൂമാത്തുൻ ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ അബിൽ ഉംറത ഇല്ല ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ. വൃത്തികേടുകൾ പറയാൻ പാടില്ല, തെമ്മാടിത്തരങ്ങൾ പറയാൻ പാടില്ല, വലാ ജിദാല തർക്കങ്ങളും പാടില്ല. ഇങ്ങനെയുള്ള ബിശർത്തി ശൈആയ ഹജ്ജാണ്, ലാ ബിശർത്തി ശൈആയ ഹജ്ജല്ല. കുത്തുബി ഓതിയിരുന്നേ നമ്മൾ, കുത്തുബിക എന്ന് പറഞ്ഞില്ല. ബിശർത്തി ഷൈ ലാ ബിശർത്തി ഷൈ, ബിശർത്തി ലാ ഷൈയൊക്കെ പറഞ്ഞില്ലേ. ബിശർത്തി ശൈആയ ഹജ്ജാൻ, ബിശർത്തി ഷൈഇൻ നിബന്ധന കൊണ്ടുള്ള ഹജ്ജ്. ഏതാ ഹജ്ജ്? ഫലാ റഫസ ഫലാ ഫുസൂഖ വലാ ജിദാല. ഇങ്ങനെയുള്ള ഹജ്ജ് ചെയ്തവർക്കാണ് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത്. ഇത് ഹജ്ജ് നീറാൻ കെട്ടിയത് മുതൽ വഴക്കാം, പോയി വരുന്നത് വരെ, പിന്നെ വന്നു കഴിഞ്ഞാൽ വഴക്കാം. എന്ത് അതിനൊന്നും കൂലിയൊന്നുമില്ല. വെറുതെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് പോകുന്ന പ്ലേറ്റ് പോയി പോകുന്നല്ല, ഒരു പ്ലേറ്റ് വിടുന്ന അവിടെ പോയി അവിടെ കൊണ്ടുവന്ന് വന്നു, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് കാര്യമില്ല. അപ്പൊ ഡിമാൻഡോടുകൂടിയുള്ള ഹജ്ജാണ്, വെറും ഹജ്ജല്ലേ. മനസ്സിലായില്ല? ബിശർത്തി മാ ദുക്ര ഫി ഹദീദി മൻ ഹജ്ജ ഫലം യർഫത് ഫലം യഫ്സുഖ് ഖറജ മിൻ ദുനൂബി കയൗമി വലദത്തുഹു ഉമ്മുഹു. അതാണ് മഅ ദാലിക ഫല്ലദീ അലൈഹി അഹ്ലുസ് സുന്ന കമാ നഖലഹു ഗൈറു വാഹിദ് മിനൽ അഇമ്മ കന്നവി വഇയാദ്. കണ്ടാ. പിന്നെ അമാലിംദോ അന്നൽ ഇസ്ലാമ ഐ മിനൽ ഹർബിയ്യി എന്നർത്ഥം. ഹർബിയിൽ നിന്നുള്ള ഇസ്ലാം, ദിമ്മിയിൽ നിന്നുള്ള ഇസ്ലാം അല്ല, മുർത്തദ്ദിൽ നിന്നുള്ള ഇസ്ലാമും അല്ല. മതത്തിൽ നിന്നും പുറത്തു ഉയർത്താൻ അവരുടെ മത അനുയായിയായിരുന്നു, പിന്നെ മതത്തിന് പുറത്ത് പ്രശ്നമായിപ്പോയി. അവൻ കടന്നു വന്നാൽ നിക്കാക്കൾ നിസ്കാരം കഴിക്കുകയാണ്. മനസ്സിലായില്ല? ഏകദീമാ കബലോ എന്ന് പറഞ്ഞാൽ അന്നൽ ഇസ്ലാം ഏകദീമാ കബൽ ബില്ലിത്തലാഖല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്നൽ ഇസ്ലാമ ഐ ഇസ്ലാം അൽ ഹർബിയ്യി എന്നാണ് അതിന്റെ മാന. അതുകൊണ്ട് എന്ത് പുറത്തുപോയി? ദിമ്മിന്റെ ഇസ്ലാം പുറത്തുപോയി, മുർത്തത്തിന്റെ ഇസ്ലാം പുറത്തുപോയി. അവിടെയൊന്നും ആ ബാദിൽ വരുന്നത് ഉണ്ടാവുകയില്ല എന്ന്. കേട്ടാ, ഇതിൽ ഇസ്ലാം ദിമ്മി ലാ യസ്ഖിതു അൻഹു ശൈഅൻ മിൻ ഹുഖൂഖിൽ ഇബാദ് യഖ്ദിമു ബിമാന യുസീലു വയംഹു മാ കാന ഖബ്ലഹു മിൻ സഗീറത്തിൻ വകബീറത്തിൻ മുതഅല്ലിഖത്തിൻ ബില്ലാഹി വബിഇബാദത്തിൻ تعم الذنوب والودائع ونحوها من الحقوق الثابتة بعقد أو نحوه في حالة الكفر والودائع ونحوها والودائع
ഒരു കാഫറിന്റെ അടുക്കൽ നമ്മൾ സാധനം സൂക്ഷിച്ചു വെക്കാൻ കൊടുത്തിരുന്നു. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് തിരിച്ചെടുത്തെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അതുതന്നെ പഠിക്കണം. والودائع ونحوها من الحقوق الثابتة بعقد أو نحوه في حالة الكفر لا تسقط بالإسلام كما هو مقرر في محله. وأن الهجرة إلي എന്നിലേക്ക് ഹിജറ വരൽ ഫി ഹയാത്തീന്ന് എന്റെ അർത്ഥം അല്ല, എന്റെ ജീവിതകാലത്തിൽ എന്നിലേക്ക് ഹിജറ വരൽ. ഖബറു ലാ ഹിജറത ബഅദൽ ഫത്ഹി മഅനാഹു ലാ ഹിജറത മിൻ മക്ക. മക്കയിൽ നിന്ന് ഇനി ഹിജറ പോകണ്ട, കാരണം അവിടെ ഇപ്പൊ എന്തായി ഫത്ഹായില്ല. ഇനി അവിടെ നിന്ന് നീന്തൽ മുതൽ സാറു മുസ്ലിമീൻ. അത് കണക്കന്നെ വബഅദ വഫാത്തി അന്നൽ ഹിജറത ഇത്ലാഖല്ല വഅന്നൽ ഹിജറത ഇലയ്യ ഫി ഹയാത്തി, അല്ലെങ്കിൽ വബഅദ വഫാത്തി മിൻ ദാരിൽ ഹർബ് ഇലാ ദാരിൽ ഇസ്ലാം. യഹ്ദിമു തഹ്ദിമു മാ കാന ഖബലഹാ ഐ മിമ്മാ വഖഅ ഖബലഹാ. കണ്ടാ, വബഅദൽ ഇസ്ലാം മഅദൽ മദാലിമ. മദാലിമത്തൊന്നും പ്രത്യേകത തിരിച്ചു കൊടുക്കേണ്ടി വരും. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ. കണ്ടാ, ഹജ്ജ് പുറത്തു കൊടുത്തു കളയും. ഹജ്ജ് പുറത്തു കൊടുക്കും. യഹ്ദിമു ഹജ്ജ് ചെയ്താൽ പുറത്തു കൊടുക്കും. മാ ഖബലഹു, അങ്ങനല്ലേ. ഹുദിഫ കാന മിൻ ഹുന. ഇപ്പൊ ഞാൻ പറയാ, അവിടൊക്കെ നിങ്ങളെ കിട്ടാനുള്ള കാനുണ്ട് അല്ലേ, കാനില്ലേ, എല്ലാത്തിനും കാനുണ്ട്. ഹുദിഫ കാന മിൻ ഹുന, ഇവിടെ നിന്നും കാനയെ കളയപ്പെട്ടു. വേണ്ടാ, ഇവിടെ നിന്നും കാനയെ കളയപ്പെട്ടു. ദൂന സാബിഖൈഹി, ഇതിനു മുമ്പ് പറഞ്ഞ രണ്ടെണ്ണത്തിൽ കളഞ്ഞില്ല. കാന്നഹു ലിൽ യഖീനി, അല്ല ഉറപ്പാണ് എന്നും. വലിൽ ഇശാറത്തി ഇലാ അന്ന മിൻ ശൈനിൽ ഹാജി ബിഖൈദിഹില്ലാത്തി, ഹാജിയുടെ കാര്യം താഴെ വരുന്ന ഖൈദോടുകൂടെ എന്താ, അദ്മുർ റഫദി വൽ ഫുസൂഖ് അന്ന ലഹു മുക്കഫിറാത്തുൻ ഉഖറാ കസീറത്തുൻ. ഹജ്ജല്ലാത്ത വേറെ മുക്കഫിറാത്തുകളും ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക്. ഒരു ജുമാ മറ്റൊരു ജുമാ മുതൽ ഒരു സലാത്ത് മറ്റൊരു സലാത്തിന്റെ ഇടയിലുള്ളത് മുക്കഫിർ എന്നൊക്കെ പറഞ്ഞില്ലേ. കസ്സലാത്തി വസിയാമി ഫലൈസ ഖബലഹു മആസിൻ ബിതൂലി സമനിഹ ഹത്താ യുഅബറ അൻഹു ബികാന അദ്ദാലത്തി അല ദവാം വൽ ഇസ്തിംറാർ. മാ കാന ഖബലഹു എന്ന് പറഞ്ഞാൽ ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഹജ്ജ് ചെയ്യാൻ വരുമ്പോൾ അതിനു മുമ്പ് ജുമ നിസ്കരിച്ചിട്ടുണ്ടാവും. ആ ജുമയും പിറ്റേന്നത്തുള്ള ജുമയും മുക്കഫിറാത്താണ്. ഇനി പിന്നെ ഹജ്ജിന് മാക്കാനേ ഉണ്ടോ? ഉറക്കെ അല്ല, ഹിജറ പോകുന്നതിന് മുമ്പ് അങ്ങനെ അല്ല. ഹിജറ പോകുന്നതിന് മുമ്പ് ഒരുപാട് നാൾ താമസിച്ചിട്ടുണ്ടാവും ഹിജറ ഇല്ലാതെ മുസ്ലിം ആകാതെ. ഹാജി സംബന്ധിച്ച് അതില്ലല്ലോ. മുസ്ലിം ആകാതെ കുറെ നാൾ ഇങ്ങനെ എന്തുണ്ടാവും, ഒരു കാഫിറായാലും അങ്ങനെ തന്നെ. കാഫിറാകാതെ കുറെ നാൾ എന്തുണ്ടാവും, അയാൾ മുസ്ലിം ആകാതെ ഇങ്ങനെ നടന്നിട്ടുണ്ടാവും. കാഫിറാകാതെ മുസ്ലിം ആകാതെ ഇങ്ങനെ കുറെ നടന്നിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം കുറെ എന്തുണ്ട് മനസ്സിലായില്ല, അവിടൊക്കെ പൊറുക്കാൻ വേണ്ടിയുണ്ട്. ഒരു ഹാജിയാരെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാൻ വേണ്ടി എന്തേ ഉള്ളൂ, ഈ ഹജ്ജിന് കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അതിനു മുമ്പുള്ള മുക്കഫിറാത്തുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അവിടെ കാന വേണ്ട എന്നതാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ പറഞ്ഞതിനെയാണ് മുല്ലാലിക്കരി പറഞ്ഞത്. വെറുതെ ഒരു തക്കല്ലുഫ് ഉണ്ടാക്കിയതാണ്. സർവ്വ നുസ്ഖകൾ കാനയുണ്ട്. ഇബ്നു ഹജർ വല്ലാത്തൊരു തക്കല്ലുഫ് ഉണ്ടാക്കിയതാണ് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞു. കാന ഹുദിഫ കാന മിൻ ഹുന, ഇവിടുന്ന് കാനയെ കളയപ്പെട്ടു. ദൂന സാബിഖയെ കൂടാതെ. അപ്പൊ അതിന് ന്യായമാണ് പറഞ്ഞത്. ഹാജിയാരെ സംബന്ധിച്ചിടത്തോളം മാക്കാന ഖബലഹു പറയാൻ വേണ്ടിയില്ല. ഒന്ന് കാന അവകളായിരുന്നു. അപ്പൊ ഒരുപാട് നാള് ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ഒരു ഹാജിയാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം മിന്നൈദു ഇന്നഹു ഹാജിൻ ഫഹു മുസ്ലിമുൻ, മിന്നൈദു ഇന്നഹു മുസ്ലിമുൻ ഫഹു മുസല്ലിൻ ഫഹു യുസല്ലി അസ്സലാത്തൽ ഖംസ വയുസല്ലി അൽ ജുമഅ الجمعة إلى الجمعة يكفر ما بينهما
അസ്സലാത്തു ഇലസ്സലാ തുകഫിറു മാ ബൈനഹുമാ. ഇങ്ങനെ ഒരുപാട് മുക്കഫിറാത്തുകൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ആ ഒരു സംഗതിയല്ല ഹിജറയ്ക്ക് മുമ്പുള്ള ആൾക്കാരെ സംബന്ധിച്ചുകൊണ്ട് പറയാനും കാഫിറിനെ സംബന്ധിച്ചുകൊണ്ട് പറയാനും ഒരുപാട് സമയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് സയ്യാത്തുകൾ അവരിൽ നിലകൃതിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ രണ്ടിടത്തും കാന ഉപയോഗിച്ചതും ഇവിടെ കാന ഉപയോഗിക്കാത്തതും എന്ന് മഹാനായ ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹ്. അതിനാണ് മുല്ലായിൽ കരി പറഞ്ഞത് സർവ്വ നുസ്ഖകളിലുമുണ്ട് ഒരു തെറ്റ് തന്നെ പല ആൾക്കാർ ചെയ്താൽ ശരിയാവും ചെയ്തു അല്ല. നുസ്ഖകളിലെല്ലാം ഉണ്ട്, ഒരു ഘട്ട നുസ്ഖയിലില്ല. ഒരു ഘട്ട നുസ്ഖ ഇല്ലാത്തോട്ട് മുമ്പ് പറഞ്ഞു അതിന് ന്യായം കണ്ടെത്തി. എന്നാൽ പിന്നെ ആ പറഞ്ഞ ന്യായത്തിന് നിങ്ങൾക്ക് എതിര് പറയണ്ടോ? അത് പറയത്തില്ല. മിൻ അന്നലഹു മുക്കഫിറാത്തുൻ ഉഖ്റാ കസീറത്തൻ. കണ്ടാ, മുക്കഫിറാത്തിൻ കസീറത്തൻ കസ്സലാ വസിയാം. അതുകൊണ്ട് തന്നെ ഫലൈസ ഖബ്ലഹു മആസുൻ യതൂലു സമനുഹ. കണ്ടാ, അതുകൊണ്ട് അയാൾക്ക് എന്തുണ്ടാവുന്നില്ല, ഹജ്ജിന് മുമ്പ് കുറെ പാപങ്ങൾ ഉണ്ടാകണമെന്നില്ല. എങ്ങനത്തെ പാപങ്ങളാണ്? യതൂലു സമനുഹ, അതിന്റെ സമാൻ തൂലാകുന്നതാണ്. യുഅബ്ബിറു അനൂബി കാന, കാന കൊണ്ടാണ് ഈ വാർത്തപ്പെടുന്നത്. മനസ്സിലായില്ല? അങ്ങനത്തെ മആസികൾ ഒരു ഹാജി സംബന്ധിച്ചിടത്തോളം ഉണ്ടാകൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവിടുന്ന് കാനയെ കളയപ്പെട്ടത്. സർവ്വ നുസ്ഖകളും കാന ഉണ്ടെന്ന് മുല്ലാലിയക്കാര് പറയുന്നു. മഹാനായ ഇബ്നു ഹജർ കണ്ട നുസ്ഖയിൽ ഉണ്ടാവില്ല. അപ്പൊ കാണാത്തതിനെന്ത് ചെയ്തു? വിശദീകരിച്ചു. ആ വിശദീകരിച്ചത് ന്യായം പറയാൻ വേണ്ടോ? അത് വിഷയം. كان الدالة على الدوام والاستمرار بخلاف الإسلام وهو واضح. പിന്നെ വൽഹിജ്റത്തു ലിഅന്നൽ ഗാലിബ, ഹിജ്റ എന്നുള്ളത് ഗാലിബും മൈലുൻ നഫ്സി ഇലൽ വത്തൻ വല്ലഹിൽ. ഇല്ലേ? നഫ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സ്വദേശം, എപ്പോഴും വീട്, ഉമ്മുമ്മ ഓത്ത് മുടങ്ങിയാലും വേണ്ടിയില്ല. ഉമ്മുമ്മ കാക്ക അവിടെ പോണം ഇവിടെ പോണം, അങ്ങനെ നൂറ് വിഷയം, ഓത്തൊക്കെ മുടങ്ങുന്ന ഒരു വിഷയമില്ല അവർക്ക്, തോന്നിവാസികൾ. മനസ്സിലായില്ല? أو ميل النفس إلى الوطن والأهل فلا يخرج عنهما بعد الإسلام. ഇസ്ലാമിന് ശേഷമായിട്ട് പോലും അവിടുന്ന് പുറപ്പെടുകയില്ല. ഇല്ല ബഅദ മസീദി മുജാഹദത്തിൻ. എന്തുകൊണ്ട്? ബിസൂലി സമനിഹാ ഖബ്ലഹു. കണ്ടാ, മിമ്മാ ദക്കറഹു ലാകിൻ യുസ്തറതു ലിക്റു ഹദീസി മൻ ഹജ്ജ ഫലം യർഫദ് ഫലം യഫ്സുഖ് റജഅ കൈവലതുമു. അവിടെ നിയമം പറഞ്ഞു കേട്ടാ, ഹദീസ് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. കണ്ടാ, ഫമഅ ദാലിക, ഇതിനോടുകൂടെ തന്നെ ഫല്ലദി അലൈഹി അഹ്ലുസുന്ന കമാ നഖലു ഗൈറു മിൻ ലൈമാ കന്നവി റഹ്മഹുല്ലാഹ് വഇയാദ് റഹ്മഹുല്ലാഹ് ഇന്ന മഹല്ലഹു ഫീ ഗൈരി തബിആത്ത്. അന്യവർക്ക് കൊടുക്കാണ്ടെങ്കിൽ കൊടുത്താലേ പറ്റുള്ളൂ. അന്യവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചാലേ പറ്റുള്ളൂ. ഹജ്ജ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? തബിഅത്ത് അല്ലാത്തതാണ് പൊറുക്കപ്പെടുന്ന പറഞ്ഞത്. ഇത് ലാ യുകഫിറുഹാ ഇല്ല തൗബ. അതുപോലെ തന്നെ കബായിറുകളും അല്ലാത്തതാണ്. അങ്ങനെയാണ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹ് അവിടെ വിശദീകരിച്ചത്. റവാഹു മുസ്ലിമുൻ. വഅമ്മാ ദിക്റുൽ ഹിജ്റത്തി വൽ ഹജ്ജ് മഅ തക്രീരി ലഫ്ദി യഹ്ദിമു. എല്ലായിടത്തും യഹ്ദിമു പറഞ്ഞില്ല. അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ ഖബലഹു. അതേ പ്രകാരം തന്നെ പിന്നെന്താ പറഞ്ഞത്? വൽ ഹിജ്റത തഖ്ദിമു മാ ഖബലഹാ വഅന്നൽ ഹജ്ജ യഹ്ദിമു എന്നെല്ലാം പറഞ്ഞില്ല. അതൊക്കെ ആവർത്തിച്ചുകൊണ്ടു. അന്നൽ ഹജ്ജ വൽ ഇസ്ലാമ വൽ അന്നൽ ഇസ്ലാമ വൽ ഹിജ്റത വൽ ഹജ്ജ യഹ്ദിമു മാ ഖബലഹാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഓരോ സ്ഥലത്തും ആമിലുകളെ ആവർത്തിച്ചു കൊണ്ടുവന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആലിഹി വസഹബി പറയുന്നതിനേക്കാൾ വഅലാ ആലി മുഹമ്മദ് അലയെ ആവർത്തിച്ചതിനെ പറ്റി നമ്മൾ തഖ്രീറാത്ത് പറഞ്ഞില്ല. ഇത് വേറെ ഒരു സലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി അലയെ ആവർത്തിച്ചപ്പോൾ ഇത് മറ്റൊരു സലാത്ത്, റസൂലുള്ളാഹിയുടെ സലാത്ത് അല്ല ഈ സലാത്ത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അലയെ ആവർത്തിച്ചു കൊണ്ടുവന്നെന്ന് ഒരു ന്യായം പറഞ്ഞില്ലേ? തിരിഞ്ഞില്ലേ? بس